ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അത് നമ്മൾ വേഡ് പ്രസ് യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് കസ്റ്റം വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി വലിയ കോഴ്സാണ്. സോ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ. സോ അത് കുറച്ച് ടൈം എടുക്കും ഇത് എൻ്റയർ കോഴ്സ് തീരാനായിട്ട്. എനിക്കും അറിയില്ല, ഞാനും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സെയിം ടൈം ആക്ച്വലി I thought of making a video for others so that അവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, എന്നെ ഫോളോ ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ. സോ ബേസിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കസ്റ്റം വെബ്സൈറ്റാണ് വേഡ് പ്രസ് യൂസ് ചെയ്തിട്ട്. സോ കസ്റ്റം വെബ്സൈറ്റിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പ്ലഗിൻ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം നമ്മൾ പതുക്കെ ഗോത്രൂ ചെയ്യുന്നതാണ് ഈ കോഴ്സിനോടൊപ്പം. ഓക്കെ, സോ നമ്മൾ പരമാവധി ഇത് കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളിവിടെ PHP ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഓവർവ്യൂ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിൽ, പേഴ്സണൽ സിസ്റ്റത്തിൽ. എന്നിട്ട് നമുക്ക് ഒരു PHP ലാംഗ്വേജ് നമ്മൾ ഗോത്രൂ ചെയ്യും. എന്താണ് PHP ലാംഗ്വേജ്, എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും ആ PHP ലാംഗ്വേജിൽ. അതിനുശേഷം നമ്മളൊരു തീം സെറ്റപ്പ് ചെയ്യും. ആക്ച്വലി നമുക്ക് എക്സിസ്റ്റിംഗ് തീം ഉണ്ടാവും, പക്ഷെ നമ്മൾ എക്സിസ്റ്റിംഗ് തീം യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ പുതിയ തീം യൂസ് ചെയ്തിട്ട് അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അതോടൊപ്പം ആ തീമിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് API കോൾസ് വേണ്ടി വരും. സോ API കോൾസിന് നമ്മൾ ഒരു പോസ്റ്റ് ടൈപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യും, APIs ഒക്കെ നമ്മൾ യൂസ് ചെയ്യും ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ കിട്ടാനൊക്കെ ആയിട്ട്. സോ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കുറച്ചുകൂടി അഡ്വാൻസ് ജാവാസ്ക്രിപ്റ്റ് കുറച്ചുകൂടി യൂസ് ചെയ്യും. കാരണം ഒരു ഡൈനാമിക് സെർച്ച് ഒക്കെ ഉണ്ടാവും നമ്മുടെ കോഡിൽ, ലേറ്റർ ഓൺ നമ്മൾ ആഡ് ചെയ്യും, അപ്പോൾ അത് യൂസ് ചെയ്യും. പിന്നെ അടുത്ത പോർഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് റോൾസ് ആൻഡ് പെർമിഷനാണ്. സപ്പോസ് അഡ്മിൻ പ്രിവിലേജ് എന്ന് പറയും. നമുക്ക് ഒരു പെർട്ടിക്കുലർ പേജസിൽ ചില ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ചില പേജസിൽ വേറെ ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ റോൾസ് പെർമിഷൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഒരു ഓപ്പൺ രജിസ്ട്രേഷൻ പരമായി നമ്മൾ ആഡ് ചെയ്യാൻ നോക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും, ഒരു കുറച്ച് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബ്ലോഗ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോഗിൻ സൈനപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത ശേഷം അവർക്ക് അവരവരുടെ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ലേറ്റർ ഓൺ ലാസ്റ്റ് നമ്മൾ ചെയ്ത കോഡ് വന്നിട്ട് പുഷ് ചെയ്യാൻ നോക്കും. പുഷ് ചെയ്തിട്ട് ഒരു ഗിറ്റിലേക്കോ ഒരു SVN ഗിറ്റിലേക്ക് നമ്മൾ പുഷ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ നോക്കും. ബേസിക്കലി ഇതാണ് നമ്മൾ ഗോത്രൂ ചെയ്യുന്ന ഒരു ഓവർവ്യൂ. നമ്മുടെ കോഴ്സിനുള്ള ഓവർവ്യൂ ആണ് നമ്മൾ ഗോത്രൂ ചെയ്തത്. സോ ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാം. സോ നമ്മൾ എവിടെ തുടങ്ങാമെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ഡെവ് എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യണം. അത് ലോക്കലി നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ ഡെവ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോഡൊക്കെ പുഷ് ചെയ്യേണ്ടി വരും, നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ഇത് വർക്ക് ആവുന്നുണ്ടോ, നമ്മൾ എഴുതിയ കോഡ് വർക്ക് ആവുന്നുണ്ടോ എന്നറിയാൻ യൂസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റാണ് ഡെവ് എൻവയോൺമെൻറ്റ് എന്നറിയാം. ചിലവർ മൾട്ടിപ്പിൾ എൻവയോൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും, SIT, UAT, പ്രോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രോഡാണ് ആക്ച്വലി യൂസ് ചെയ്യുക ലൈവായിട്ടുള്ളത്. സോ നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ഡെവ് എൻവയോൺമെൻറ്റ് മാത്രമാണ് ചെയ്യുന്നത്. ഒരു ഡെവ് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കീപ്പ് ഓൺ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ വർക്ക് ചെയ്യുന്നതോടൊപ്പം നമ്മളത് ചെക്ക് ചെയ്യും, ആ വർക്ക് ചെയ്ത പോർഷൻസ് നമ്മൾ എഴുതിയ കോഡൊക്കെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബേസിക്കലി നമ്മുടെ ഡെവ് എൻവയോൺമെൻറ്റ് ഞാൻ കുറച്ചുകൂടി ഇലാബറേറ്റ് പറയുകയാണെങ്കിൽ രണ്ട് എൻവയോൺമെൻറ്റ് നമുക്ക് കമ്പയർ ചെയ്യാം. ഡെവ് എൻവയോൺമെൻറ്റ്, പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ആണ്, പബ്ലിക് വെബ്സൈറ്റാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ www.google.com, അത് പ്രൊഡക്ഷനാണ് ആക്ച്വലി. സോ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും, അത് ലൈവ് വെബ്സൈറ്റാണ്. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞാൽ ഡെവ് എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ നമ്മളൊരു സെപ്പറേറ്റ് കോപ്പിയാണ് സൈറ്റിൽ, നമ്മുടെ പ്രൈവറ്റ് മാത്രമായിരിക്കും അത്. നമുക്ക് നമ്മുടെ വർക്കൊക്കെ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ എഴുതിയ കോഡൊക്കെ കറക്റ്റ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവ് എൻവയോൺമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബേസിക്കലി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ ലോക്കലി നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സെർവറായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു സെർവർ റൺ ചെയ്തിട്ട് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. മറ്റേത് പബ്ലിക് ആണെങ്കിൽ സെർവർ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് 24 hours ആക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫയൽസും ഇതൊക്കെ റൺ ചെയ്യുന്നത് സെർവറിലിട്ടായിരിക്കും. ബേസിക്കലി വേഡ് പ്രസ് യൂഷ്വലി നമ്മൾ റൺ ചെയ്യുന്നത് സെർവറിലിട്ടായിരിക്കും. പക്ഷെ നമുക്ക് ലോക്കലി ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെയാണ് ലോക്കലായിട്ട് എൻവയോൺമെൻറ്റ് ആക്സസ് ചെയ്യുക. സോ നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും വേണ്ട, നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ടുള്ളത്. സോ ബേസിക്കലി ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സാമ്പിൾ എക്സാമ്പിളാണ്. ഒരു മരത്തിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി മണ്ണ്, വെള്ളം, സൺലൈറ്റ്, സൂര്യപ്രകാശം, ഈ മൂന്നും വേണം. അതേപോലെ വേഡ് പ്രസ്സിന് വേണ്ട സാധനങ്ങളാണ് PHP,
അപ്പാച്ചി എൻജിനെക്സ് അല്ലെങ്കിൽ പിന്നെ ശേഷം MySQL MariaDB. ബേസിക്കലി PHP എന്ന ലാംഗ്വേജ് ആണ് ഇൻട്രാക്ഷൻസ് ചെയ്യാനുള്ളത്. അപ്പാച്ചി ഒരു അപ്പാച്ചി ബേസിക്കലി അതൊരു എൻജിനെക്സ് സെർവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് തേർഡ് വൺ വന്നിട്ട് നമ്മൾ DB ആണ് യൂസ് ചെയ്യുന്നത്, MariaDB. അത് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റാബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു MariaDB. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഗോത്രൂ ചെയ്യാൻ പോകുന്നത് ഈ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യലാണ്. അതിന് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലോക്കൽ ബൈ ഫ്ലൈവീൽ എന്നൊരു ഒരു ടൂളുണ്ട്, ബേസിക്കലി ആ ടൂളാണ് നമ്മൾ ഇനീഷ്യലി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അത് സെർച്ച് ചെയ്യാം. ലോക്കൽ ബൈ ഫ്ലൈവീൽസ് സെർച്ച് ചെയ്യുക. സോ ബേസിക്കലി അതൊരു വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യും, localwp.com. ഇതിൽ download.free എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ അത് ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും, ഫസ്റ്റ് നെയിം, ഇമെയിൽ, അങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കും. അതൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ചോദിക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ബേസിക്കലി. സോ അത് പ്രൊവൈഡ് ശേഷം അത് അത്യാവശ്യം സൈസ് ഉണ്ട് ഫയലിന്, ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവും. സോ ആ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചായയോ കാപ്പിയോ കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കാനുള്ള ടൈമും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ വൺസ് അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഡൗൺലോഡ് ആയ ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരും. ബേസിക്കലി അത് ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ അതിൽ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതിൽ സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാം, ലൈക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ക്രിയേറ്റ് ന്യൂ സൈറ്റ്, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് സൈറ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കൊടുക്കുന്നത് ടെസ്റ്റ് സൈറ്റ് എന്നാണ്. ടെസ്റ്റ് സൈറ്റ്, കണ്ടിന്യൂ, പ്രിഫേർഡ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ബേസിക്കലി. ദെൻ കണ്ടിന്യൂ. പിന്നെ ഇതിൽ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. സോ യൂസർ നെയിം പാസ്വേഡ് ബേസിക്കലി നിങ്ങൾ കൊടുക്കുന്നത് ഓർത്ത് വയ്ക്കുക, കാരണം നമുക്കത് ആവശ്യം വരും ലേറ്റർ ഓൺ. സോ വാട്ട് എവർ യു ആർ ഗിവൻ ഹിയർ, ലൈക്ക് നിങ്ങൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഈ പറഞ്ഞ പോലെ അഡ്മിന് നമ്മൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യം വരും ഇത്. സോ ഞാൻ വന്നിട്ട് സിംപ്ലിഫൈ ആയിട്ട് കൊടുക്കുന്നത് മെൻഡിസ് എന്ന് കൊടുക്കുന്നു. പാസ്വേഡ് ഞാൻ കറസ്പോണ്ടിങ് കൊടുത്തു. ആഡ് സൈറ്റ് കൊടുക്കുക. സോ ഇതും കുറച്ച് ടൈം എടുക്കും ആക്ച്വലി സൈറ്റ്സ് ആഡ് ചെയ്യാനായിട്ട്. ഇത് ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓപ്ഷൻ, വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി. അത് ഡൗൺലോഡ് ചെയ്യുന്നു. സോ അത് കുറച്ച് ടൈം എടുക്കും, നിങ്ങളത് വെയിറ്റ് ചെയ്യുക. കുടിച്ച കോഫി ബാക്കിയുണ്ടെങ്കിൽ കുറച്ചും കൂടി കുടിക്കാനുള്ള സമയമുണ്ട് നിങ്ങൾക്ക്. അതല്ല പുതിയ കോഫി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് ഉണ്ടാക്കുക ബേസിക്കലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വേർഡ് പ്രസ്സിനെ പറ്റി കാര്യമായിട്ട് അറിയില്ല, ഞാനിത് പഠിച്ചു തുടങ്ങുന്നുള്ളൂ. സോ അറിയുന്ന പോയിന്റ് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതോടൊപ്പം ഇങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് ഇതിൽ. സോ എൻ്റെ ബുക്ക് ബേസിക്കലി നോളജ് ഷെയറിങ്ങിൽ വളരെ മോശമായിരിക്കും. ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് വഴിയാണ് യൂസ് ചെയ്യുന്നത് ഡാറ്റ, ലൈക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനൊക്കെ. സോ ഞാനും വിചാരിച്ചു ഇതിൽ അപ്ലോഡ് ചെയ്തിടാം കംപ്ലീറ്റ് വീഡിയോ. ഞാൻ എന്തൊക്കെ പഠിച്ചിരുന്നോ വേർഡ് പ്രസ്സിൽ പഠിക്കുന്നോ അതൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. സോ ബേസിക്കലി ഇഫ് യു സീ ഹിയർ ടെസ്റ്റ് സൈറ്റ് ഇവിടെ ആപ്പായിട്ടുണ്ട്. സോ ഇതാണ് ടെസ്റ്റ് സൈറ്റ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തത്. ഇതിൽ ഓപ്പൺ സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സോ ബേസിക്കലി എൻ്റെ സെർവർ ഓൾറെഡി റണ്ണിങ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ റണ്ണിങ് ആണ്. റണ്ണായില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പൺ സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ടെസ്റ്റ് സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബേസിക്കലി നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി അവർ ഒരു തീം, ബേസിക് തീമാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ തീമാണ് നമുക്കത് കാണാൻ പറ്റുന്നത് ഇവിടെ. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് ഗോ ത്രൂ ചെയ്യാനുള്ളത് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അഡ്മിൻ പേജിലേക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ /wp-admin പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഒരു സ്ക്രീൻ വരും. നേരത്തെ കൊടുത്ത യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എൻ്റെ യൂസർ നെയിം പാസ്വേഡ് തെറ്റിപ്പോയി.
സോറി. ഞാൻ മുമ്പ് കൊടുത്ത യൂസർ നെയിം പാസ്വേഡ് തെറ്റായിരുന്നു. ഞാനത് റീകണക്ട് ചെയ്തു, റീകോൾ ചെയ്തു, ഐ മീൻ. സോ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക യൂസർ നെയിം പാസ്വേഡ്. നേരത്തെ ഞാൻ മറന്നുപോയി, ഇപ്പോൾ ഓർത്തെടുത്ത് കഷ്ടപ്പെട്ട്. സോ സേവ് ചെയ്യേണ്ടവർക്ക് സേവ് ചെയ്യാം, വേണ്ടവർക്ക് വേണ്ട. സോ ഇവിടെ നമുക്ക് നമ്മുടെ തീംസൊക്കെ ഇവിടെ കാണാൻ പറ്റും. എത്ര തീംസ് ഉണ്ട് നമുക്കിപ്പോൾ കറൻ്റ്ലി ഉള്ളത്, നമ്മുടെ ഡീഫോൾട്ട് തീം ഏതാണ് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ബേസിക്കലി നമ്മൾ നമ്മുടെ ക്രിയേറ്റ് തീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ലേറ്റർ ഓൺ. ഇതാണ് ഇപ്പോൾ കറൻ്റ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടത്, സോ നമ്മുടെ സൈറ്റ്, ഇപ്പം നിങ്ങളുടെ സൈറ്റ് നിങ്ങൾ നേരത്തെ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ സൈറ്റ് നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട്. സോ അതിൻ്റെ ഫയൽസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ബേസിക്കലി സൈറ്റ് ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. സൈറ്റ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നിങ്ങൾക്ക് ലോക്കൽ സൈറ്റ്സ് കാണാൻ പറ്റും. ഇപ്പം നേരത്തെ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആഡ് ചെയ്ത ടെസ്റ്റ് സൈറ്റാണ്. ടെസ്റ്റ് സൈറ്റിൽ ബേസിക്കലി ഇത് ബൈ ഡിഫോൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ യൂസർ നെയിമിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കറസ്പോണ്ടിങ് ഫയൽസ് അവരെ ആഡ് ചെയ്യുന്നതാണ് വേർഡ് പ്രസ്സിന് ആവശ്യമുള്ളത്. സോ ആപ്പ് പബ്ലിക് ഇതിൻ്റെ ഉള്ളിൽ ബേസിക്കലി ഇത് ഇവിടെയാണ് നമ്മുടെ മെയിൻ ഫോൾഡേഴ്സ്, കോർ ഫോൾഡേഴ്സൊക്കെ കിടക്കുന്നത്, കോർ ഫയൽസും കിടക്കുന്നത്. ഇതിൽ കണ്ടൻറ്റ് തീംസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ തീംസൊക്കെ ആഡ് ചെയ്യേണ്ടി പോവുക. സോ ബേസിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ന്യൂ തീമും നമ്മളിവിടെ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോഴല്ല, ലേറ്ററും നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേർഡ് പ്രസിൻ്റെ നമ്മളിവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ലേറ്റർ ഓൺ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന കമൻസ് ആണെങ്കിൽ, അറിയാവുന്ന സൊല്യൂഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അറിയാത്തതാണെങ്കിൽ നമുക്ക് ചാറ്റ് ജിപിടിയോടോ ഗൂഗിളിനോടോ ചോദിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ് റൈറ്റ് നൗ. സോ സീ യു ലേറ്റർ.